ദുബായ് വിമാനത്താവളം തുറന്നു. താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവച്ച വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം. നിലവിലെ സാഹചര്യങ്ങൾ എമിറേറ്റ്സ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തന സജ്ജമായി. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി താൽക്കാലികമായി അടച്ചിട്ട വിമാനത്താവളം വീണ്ടും തുറന്നു. മേഖലയിൽ നിലനിൽക്കുന്ന ഇറാൻ-ഇസ്രയേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നടപടി. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ കണക്കിലെടുത്തായിരുന്നു വിമാനത്താവളം അല്പനേരം അടച്ചിട്ടത്. ആവശ്യമായ സുരക്ഷാ പരിശോധനകളും നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ വീണ്ടും പുനരാരംഭിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രവർത്തനം തടസ്സപ്പെട്ടതെന്നാണ് അറിയുന്നത്. ലോകത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നുകൂടിയാണ് ദുബായ്. ഇവിടെ കൂടുതൽ സുരക്ഷാ ഭീഷണികളില്ലെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് അധികൃതർ കർശന പരിശോധനകൾ നടത്തിയത്. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നിർത്തിവെച്ചത് ശരിക്കും പറഞ്ഞാൽ യാത്രക്കാർക്കിടയിൽ ചെറിയ ആശങ്കയുണ്ടാക്കിയിരുന്നു. എന്നാലും സുരക്ഷ ഉറപ്പാക്കാനുള്ള മുൻകരുതൽ നടപടിയുടെ ഭാഗമാണിതെന്ന് ദുബായ് എയർപോർട്ട് അതോറിറ്റിയും വ്യക്തമാക്കി. എന്നാൽ നിലവിലെ സാഹചര്യങ്ങൾ ഇപ്പോഴും എമിറേറ്റ്സ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. അതനുസരിച്ച് വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും വിമാന ഷെഡ്യൂളുകളിൽ മാറ്റം വരുത്താനും സാധ്യതയുണ്ട്. കാരണം യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് കമ്പനി പ്രഥമ പരിഗണന നൽകുന്നതെന്ന് എയർലൈൻ അറിയിപ്പുണ്ട്. മാത്രമല്ല, വിമാനത്താവളങ്ങളെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന തെറ്റായ വാർത്തകൾക്കെതിരെയും ഇവർ പ്രതികരിച്ചു. വിമാനത്താവളത്തിനുള്ളിൽ വലിയ അപകടങ്ങൾ സംഭവിച്ചതായുള്ള പ്രചരണങ്ങളിൽ യാതൊരു തരത്തിലുള്ള അടിസ്ഥാനമില്ലെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. വിമാനത്താവളം തുറന്ന സാഹചര്യത്തിൽ സർവീസുകൾ പഴയപടി നടക്കാനുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. എന്നാലും സർവീസുകൾ പുനരാരംഭിക്കുമ്പോൾ സമയക്രമത്തിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും യാത്രക്കാർ അതിനാൽ തന്നെ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ യാത്ര ഉറപ്പുവരുത്തണമെന്നും അധികൃതർ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ചേർന്ന് ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്നവരെ നാട്ടിലെത്തിക്കാൻ വിവിധ സർവീസുകൾ നടത്തുന്നുണ്ട്. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് മസ്കത്തിലേക്കും തിരിച്ചുമുള്ള ഷെഡ്യൂൾസ് സർവീസായിരിക്കും ഉണ്ടായിരിക്കുക. കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്ന് 2 ഫ്ലൈറ്റ് ഉണ്ടാകും. ഇതിനു പുറമെ കോഴിക്കോട് ജിദ്ദ, കോഴിക്കോട് ഷെഡ്യൂൾ സർവീസും നടത്തുന്നുണ്ട്. നോൺ ഷെഡ്യൂൾഡ് വിഭാഗത്തിൽ കേരളത്തിൽ നിന്നുള്ളത് കൊച്ചി റാസൽ ഖൈമ കൊച്ചി റൂട്ടാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്ന 12 വിമാനങ്ങളും തിരുവനന്തപുരത്തേക്കുള്ള 9 വിമാനങ്ങളും റദ്ദാക്കിയതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതേസമയം ദുബായ് വഴി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് അവരുടെ തുടർന്നുള്ള വിമാനങ്ങളും സർവീസ് നടത്തുന്നുണ്ടെങ്കിൽ യാത്ര തുടരാമെന്നാണ് മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.